ആദ്യത്തെ വീഡിയോയുടെ നമ്മുടെ ആദ്യത്തെ ലക്ഷദ്വീപ് യാത്രയുടെ ആദ്യത്തെ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കവരത്തി വന്നതിന് ശേഷമുള്ള വീഡിയോയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്, ഷിപ്പിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെയാണത്. ബ്രെഡും അതുപോലെ ഇഡലിയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ കവരത്തി ഐലൻഡിൽ എത്തിക്കഴിഞ്ഞു. കവരത്തി ഐലൻഡാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കൂടി ഈ കാണുന്നത്. ഏകദേശം ഇവിടെ അടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂർ ടൈമുണ്ട്. കാരണം ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ കുറേ ഉണ്ട്. അടുക്കുന്നതിന് നമ്മുടെ സാധാരണ ഫ്ലൈറ്റോ അതുപോലെ തന്നെ നമ്മൾ ട്രെയിനോ ഒക്കെ അടുക്കുന്ന പോലെയല്ല ഈ ഒരു ഷിപ്പ് എടുക്കുക എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ കണ്ണെത്താ ദൂരത്താണ് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലും ബോട്ടും എല്ലാം ഇവിടെ ചുറ്റിനുമുണ്ട്, നിലവിലുണ്ട്. ഏകദേശം അടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ ടൈമിങ്ങും കാര്യങ്ങളും എടുക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടാൻ ടൈമിൽ നമ്മളത് അടുത്തു, അത് ബോട്ടിൻ്റെ ജട്ടിയിലേക്ക് അടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്രെയിനിൽ നമുക്ക് ഇറങ്ങാനുള്ള ഏണിയുണ്ട്. ഏണി എടുത്തുകൊണ്ട് അതിൽ വന്ന് കൊളുത്ത് ഫിറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈം ആയതുകൊണ്ട് നല്ല ചെക്കിങ്ങാണ്, ബാഗ് പരിശോധന എല്ലാം ഉണ്ടാകും. അപ്പോൾ അവർ ഓരോ ടീമുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ അടുക്കും തോറും അവർ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് ജട്ടിയിലെ ജീവനക്കാരാണ് ഷിപ്പ് അടുപ്പിക്കുന്നതും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൻ്റെയുള്ള ജീവനക്കാരാണ് ഇപ്പം നിലവിൽ ഇവിടെ വന്നിരിക്കുന്നത്, ജട്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ബോൾ പോലിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ റബ്ബറാണ്, എന്നിട്ട് എയർ പോലാണ്. അതിൻ്റെ ഉള്ളിൽ ചങ്ങലയിട്ടുണ്ട്. അതിൽ വന്നാണ് ഷിപ്പ് ഇടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അടുപ്പിക്കുന്നത്. ഏകദേശം അവർ പറഞ്ഞു തരുന്നില്ല. CRPFകാരും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട ആൾക്കാരെല്ലാം എത്തിക്കഴിഞ്ഞു. ഇനി അവർക്ക് ബാഗ് പരിശോധന, ഓരോരുത്തർ ബാഗ് പരിശോധനയും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ്, അത് കവരത്തി ഐലൻഡിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. കാരണം നമുക്ക് പെട്ടെന്നൊന്നും ഇറങ്ങിപ്പോകാൻ പറ്റില്ല. കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്ക് ടഫാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണ്. കാരണം കഥ ഇവിടത്തേക്കാളും ഇപ്പോൾ നമ്മൾ വന്ന ഷിപ്പാണ് കാണുന്നത്. ഈ ഷിപ്പിൽ തന്നെ നമുക്ക് തിരിച്ച് മിനിക്കോയ് ഐലൻഡിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് ഏകദേശം വൈകിട്ടത്തേക്ക് പോകത്തുള്ളൂ, 4 മണിക്കേ പോകത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ കവരത്തി ഐലൻഡൊക്കെ അത്യാവശ്യം ഓടി പെട്ടെന്ന് കണ്ടു വരാനുള്ള ടൈം ഇല്ലേ പോലും അത്യാവശ്യം കാണാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കാർഡ്, നമ്മൾ വന്നതിൻ്റെ പെർമിറ്റ് നിലവിലുള്ളതെല്ലാം ഇവിടെ വന്നതെന്നുള്ള അറിയിക്കുക. ഇവിടുന്ന് എൻട്രി പാസ് നമുക്ക് കിട്ടണം. അതിന് വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ പോലീസുകാരവിടെ ഉണ്ട്. ലക്ഷദ്വീപ് പോലീസിൻ്റെ അടുത്ത് വന്ന് നമ്മളതിന് സീൽ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അകത്ത് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് 2 വണ്ടി കിട്ടി. അത് നമ്മുടെ കസിൻ്റെ കൂട്ടുകാരൻ്റെ കൂടിയാണ് നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് തന്നത്. ഒരു ബുള്ളറ്റും ഒരു ആക്റ്റീവ ആണ് നമുക്ക് കിട്ടിയത്. നിലവിൽ ഇല്ലാതെയാണ് നമ്മൾ യാത്ര. അത്യാവശ്യം ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്ന് വിശദമായിട്ടൊന്ന് കാണുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിനുള്ള ടൈം കിട്ടുമോ എന്നും അറിയില്ല, നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ എല്ലാം അനേകം തെങ്ങുകളാണല്ലോ, നിറച്ച് തെങ്ങുകളാണല്ലോ. തേങ്ങാ തെങ്ങുകളൊക്കെ അനേകമുണ്ട്. അതുപോലെ തന്നെ ചീമച്ചക്ക, നമ്മുടെ നാട്ടിലെ
നമ്മുടെ നാട്ടിലുമുണ്ട്. പക്ഷേ ഇവിടെ അനേകം ചീമച്ചകളുണ്ട്. അതെനിക്കൊരു മരം മുറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഇലക്ട്രിസിറ്റിക്കാരോ അതുകൊണ്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ജലക്ഷൻ ഡ്യൂട്ടിക്കാരാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. അവർ ചെക്കിങ്ങിനായിട്ട് ഇങ്ങനെ എപ്പോഴും റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. അവർ പറഞ്ഞ സ്റ്റാഫിനെ കൊണ്ടുവന്നവരും ഉണ്ട്. ഞങ്ങളായ കൂടുവഴി കൂടിയും അതിൻ്റെ മെയിൻ റോഡുകളാണ്, അവിടുത്തെ അതിൻ്റെ മെയിൻ റോഡുകളാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കിത് ഈ വീഡിയോ ഒതുങ്ങിയും ഉൾക്കൊള്ളിക്കാത്തതുകൊണ്ട് ഓരോ എപ്പിസോഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 3-ാമത്തെ എപ്പിസോഡ്, 4-ാമത്തെ എപ്പിസോഡ്, അങ്ങനെ പല പല രീതിയിൽ ചെയ്യുന്നതാണ്. ഇപ്പം ഫുള്ള് നമ്മൾ ഒരു പച്ചിപ്പാണ്. പച്ചിപ്പും ഒരു നല്ല അത്യാവശ്യം നമുക്ക് വലിയ ചൂട് അനുഭവപ്പെടത്തില്ല. കാരണം ഫുള്ള് റോഡുകളെല്ലാം നല്ല തണൽ ഏരിയയിൽ കൂടിയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപ് കാഴ്ച ഭംഗിയുള്ള അനേക സ്ഥലങ്ങൾ നമുക്ക് ഉണ്ടാക്കത്തുണ്ട്. പക്ഷേ നമുക്കതൊക്കെ ഓടിയെത്താൻ പറ്റും എന്നുള്ള ടൈമിങ് നമുക്ക് കിട്ടത്തില്ല. കാരണം ആ ഷിപ്പ് നമുക്ക് 4 മണിക്കാണുള്ളത്. 4 മണിക്കുള്ളിൽ അതിനകത്ത് കയറണം. കയറിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ദിവസത്തെ ഒരു നൈറ്റ് ഫുള്ള് യാത്ര നമുക്ക് വീണ്ടും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കവരത്തിലെ ബാക്കിയുള്ള വിശേഷങ്ങൾ കൂടി അടുത്ത വീഡിയോയിൽ കൂടി ഞാൻ സംരക്ഷണം ചെയ്യുന്നതാണ്. ഇന്ന് ജോബിൻ മംഗളത്തിൽ.